ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട്. മൃതദേഹത്തിന്റെ ചിത്രങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണിച്ചതായി റിപ്പോർട്ടുണ്ട്. ചിത്രങ്ങൾ കണ്ട് സ്ഥിരീകരിച്ച ശേഷമാണ് ഡൊണാൾഡ് ട്രംപ് മരണവാർത്ത സ്ഥിരീകരിക്കുന്നത്. വ്യോമാക്രമണങ്ങളെ തുടർന്ന് ടെഹ്റാൻ നഗരത്തിലെ സമുച്ചയത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയെന്നാണ് പറയുന്നത്. രണ്ട് പ്രധാന ഇസ്രായേലി ടിവി നെറ്റ്വർക്കുകളെ ഉദ്ധരിച്ച് AFP റിപ്പോർട്ടുകൾ പ്രകാരം ഖമനേയിയുടെ മൃതദേഹത്തിന്റെ ചിത്രങ്ങൾ ലഭിച്ചു. ആക്രമണത്തിന്റെ കൃത്യമായ തെളിവായി ഈ ചിത്രങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും നേരിട്ട് കൈമാറി. ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഖമനേയി മണ്ണിനടിയിലായിരുന്നു. എന്നാൽ രഹസ്യ സങ്കേതങ്ങൾ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തി. ആക്രമണ സമയം ഖമനേയി തന്റെ നിയുക്ത കർത്തവ്യങ്ങൾ നിർവഹിക്കുകയായിരുന്നുവെന്നും ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് തന്റെ സഹായി അലി ഷംഖാനി, സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുമാണ് റിപ്പോർട്ട്. ഇസ്രായേലി വ്യോമാക്രമണത്തിൽ ഷംഖാനിയും കൊല്ലപ്പെട്ടു. ഇറാനിലെ മുതിർന്ന രാഷ്ട്രീയ സൈനിക ഉദ്യോഗസ്ഥരുടെ 3 യോഗങ്ങൾ ഇന്ന് രാവിലെ ഒരേ സമയം നടക്കുന്നതായി US-ഉം ഇസ്രായേലും അറിയുകയും പകൽ വെളിച്ചത്തിൽ ആക്രമണം നടത്താൻ തീരുമാനിച്ചതായും US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ ഖമനേയിയുടെ വസതിയിൽ 30 ബോംബുകൾ വർഷിക്കപ്പെട്ടു. ഇതുവരെ 40 മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. ഇറാന്റെ ആത്മീയ രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാന വ്യക്തിയായ ആയത്തുള്ള അലി ഖമനേയി 1939 ഏപ്രിൽ 19 ജനിച്ചു. ഇറാനിലെ മഷ്ഹദിലും ഇറാഖിലെ നജാഫിലും മതപരിശീലനം നേടിയ അദ്ദേഹം ഇറാനിലേക്ക് മടങ്ങുകയും ഒടുവിൽ കോമിൽ സ്ഥിര താമസമാക്കുകയും അവിടെ ആയത്തുള്ള ഹൊസൈൻ ബോറുജർഡി, പിൽക്കാലത്ത് പരമോന്നത നേതാവായി മാറിയ ആയത്തുള്ള റൂഹുല്ല ഖുമൈനി എന്നിവരുടെ കീഴിൽ പഠനം തുടരുകയും പിന്നീട് 1960കളിലും 1970കളിലും റസ പഹ്ലവിക്കെതിരായ രഹസ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സാവക് രഹസ്യ പോലീസ് ഖമനേയിയെ പലതവണ അറസ്റ്റ് ചെയ്യുകയും തടവറയിൽ മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്തു. 1979 ഇറാൻ ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് റസ പഹ്ലവി സ്ഥാനഭ്രഷ്ടനായത്. വിപ്ലവാനന്തര ഇറാന്റെ ആദ്യകാലങ്ങളിൽ വളരെ വേഗത്തിൽ ഉയർന്നു വന്ന ഖാംനെയി ഇസ്ലാമിക് റവല്യൂഷണറി കൗൺസിലിൽ പ്രധാന പങ്കുവഹിച്ചു. നിയമനിർമ്മാതാവ്, ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1981 ഓഗസ്റ്റിൽ മുജാഹിദീൻ ഖൽഖ് പ്രസിഡന്റ് മുഹമ്മദ് അലി റജായിയും പ്രധാനമന്ത്രി മുഹമ്മദ് ജവാദ് ബഹോനറും കൊല്ലപ്പെട്ടതിനു ശേഷം 97% വോട്ടുകൾ നേടി ഖാംനെയി ഇറാന്റെ പ്രസിഡന്റായി ചുമതലയേറ്റു. അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തിക്കെതിരെ കടുത്ത നിലപാടുകൾക്ക് പേരുകേട്ടയാളാണ് ഖാംനെയി. അമേരിക്കയുടെ പശ്ചിമേന്ത്യൻ മേഖലയിലെ ഇടപെടലുകൾ, ഇറാനെതിരായ ഉപരോധങ്ങൾ എന്നിവയാണ് അമേരിക്ക വിരുദ്ധതയുടെ പ്രധാന കാരണങ്ങൾ. അമേരിക്കയെ വിശ്വസിക്കരുതെന്നും അവരുമായി വിട്ടുവീഴ്ച ചെയ്യരുതെന്നും ഖാംനെയി നിരന്തരം ഇറാനികളോടും ലോകത്തോടും ആഹ്വാനം ചെയ്യുമായിരുന്നു. വഷളായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സ്ഥിതിയെയും ദേശീയ കറൻസിയായ റിയാലിന്റെ റെക്കോർഡ് മൂല്യത്തകർച്ചയെയും തുടർന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ അവസാനം തെഹ്റാനിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുകയും ക്രമേണ ഇറാനിലെ മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു. ആക്രമണം സമുച്ചയത്തിൽ ഖമേനിയുടെ മകൾ, പേരക്കുട്ടി, മരുമകൾ എന്നിവരും കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ആക്രമണത്തിലാണ് ഖമനേയി കൊല്ലപ്പെട്ടതെങ്കിലും ആക്രമണം ഏകോപിപ്പിക്കുന്നതിൽ അമേരിക്കക്ക് വലിയ പങ്കുണ്ടെന്നും ഖമനേയിക്ക് US ഇന്റലിജൻസിൽ നിന്നും അത്യാധുനിക ട്രാക്കിംഗ് സംവിധാനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെന്നും ട്രംപ് പറഞ്ഞു. ആക്രമണങ്ങൾക്ക് ശേഷം ടെഹ്റാനിലെ ഖമനേയിയുടെ വസതിയുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.